അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കൊല്ലം എൻ്റെ മാരേജിന് നമ്മൾ ഡ്രസ്സ്, അതായത് വീട്ടിൽ മാക്സി കാര്യങ്ങളൊക്കെ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെയാണ്, വേറൊന്നുമില്ല, നമ്മളെ അമ്മോനാണ് ഇതിൻ്റെയൊക്കെ പരിപാടി ഉള്ളത്. അപ്പോൾ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഇവർക്കുള്ള മാക്സികൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. വല്യമ്മക്കും ഉമ്മാക്കും അങ്ങനെ ചക്കരക്കും സിനുവിനൊക്കെ ആയിട്ട് കുറച്ച് മാക്സി, സോഫിക്കൊക്കെ ആയിട്ട് കുറച്ച് മാക്സീസ്, അതായത് തലേ ദിവസമൊക്കെ റഫ് യൂസിന് ഇടാൻ വേണ്ടി കുറച്ച് മാക്സിയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കല്യാണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോ ഘട്ടമായിട്ട് നിങ്ങൾക്ക് ആ ഒരു കല്യാണം കൂടിയ ഫീല്, വെറും കല്യാണത്തിൻ്റെ അന്നത്തെ റിസപ്ഷൻ മാത്രമല്ല, ഒരു കല്യാണം എങ്ങനെ തുടങ്ങുന്നു, ആ കല്യാണം എങ്ങനെ എൻഡ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ നമ്മൾ ബിഗ് ബോസ് നിങ്ങൾ സ്ഥിരം വാച്ച് ചെയ്യണ മാതിരി നമ്മുടെ കല്യാണ വ്ളോഗ് നിങ്ങൾ സ്ഥിരം വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നേന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാവും. അത് ഡെയിലി വാച്ച് ചെയ്യുന്ന ആ ഒരു താളത്തിൽ, ആ ഒരു കല്യാണം കൂടിയ ഒരു ഫീലിൽ പോവാം. അതുകൊണ്ട് മാക്സിമം എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുക. 2 ചാനലിലും പാടായിട്ട് ഞാൻ പരമാവധി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്. അതായത് ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും, സ്വർണ്ണം എടുക്കാൻ പോകുന്നതും, പർച്ചേസിങ്ങിന് ഇറങ്ങുന്നതും, പിന്നെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഇനി നാളെ സോഫി വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും, ഒരു കുടുംബത്തെ എന്തൊക്കെ നടക്കുന്ന സന്തോഷങ്ങളുണ്ടോ അതൊക്കെ ഭയങ്കര രസകരമായിട്ട് എന്നെ അങ്ങോട്ട് അവതരിപ്പിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കല്യാണം കൂടിയ ഫീൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് ഇനി മെയ് 2-ാം തീയതിക്ക് കല്യാണം കൂടി, മെയ് 6-ാം തീയതി കല്യാണം കഴിഞ്ഞ് വിരുന്നൊക്കെ കഴിയുമ്പോൾ ആ ഒരു ഫീൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വരാൻ പറ്റാത്ത ആ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അതിലൂടെ തീർക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് പർച്ചേസിങ്ങിലോട്ട് പോകട്ടോ. വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ? ഞാൻ കോട്ടൺ കോട്ടന്റെ മാക്സി സൗത്ത് വീഡിയോ കോൾ ഉണ്ട്. നമുക്ക് എന്താ വേണ്ടി? ഇത് രസമുണ്ടോ? പറയേ, ഇത് രസമുണ്ടോ? പറ്റിയോ? കൈ നിങ്ങൾക്ക് എത്ര വേണ്ടി? ഒരു കാര്യം ചെയ്തു, ഇവർക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ. ഇവൾക്ക് തോന്നുന്ന മാക്സി വേണമെന്ന് പറഞ്ഞല്ലേ, അവിടെ പോയിക്കോട്ടെ. ഇതേ കുറച്ച് മാസമുള്ള മാക്സിയെ കൊടുത്തിട്ടുള്ളൂ. അനക്ക് ഇതുള്ളത് വേറെ അവിടെ എടുത്ത് കൂട്ടാന്നല്ല വേറെ വിൽക്കുന്നേ. ഇത് രസമുണ്ട്. പച്ച സിനുവിന്റെ കയ്യിലുള്ള അത് നോക്കിയേക്ക്, അത് 100 നോക്ക്. പിന്നെ ഈ മാക്സി നോക്കാം, 100 രസമുണ്ടെന്നോ? ആ എടുക്കണ മാറ്റി വെച്ചോളി. അത് മറ്റേമാർക്ക് പറ്റൂ. പിന്നെ എങ്ങനത്തെ സാധാ മാക്സി ഇതിലില്ല. ഇതൊക്കെ മറ്റേ കൗത്തുള്ളതൊന്നുമില്ല. ഇങ്ങനത്തെ കൗത്ത് വേറെ കളർ ഏതാ? അത് കൊടുത്തോ. ആ ഇത് രസമുണ്ടല്ലോ. ആ കളർ ചേഞ്ച് ഒന്നും അത് അതാകുമ്പോ എന്താ അറിയോ, അമ്മ എടുത്തോ പുള്ളിയില്ലത്. ഏതാ സോഫിക്കോണ്ട്? അതോ മാറ്റി വെച്ചോ. എടി ഇമ്മടെ കയ്യിലുള്ള ഇമ്മടെ കയ്യിലുള്ള ഒന്നും നല്ല, പക്ഷെ ഒരു കളറോണ് തോന്നുന്നു. നിങ്ങക്ക് ഇത് 2 വേണ്ട? എനിക്ക് 2 വേണ്ട. ഇത് 2 അനക്ക് ഏതാ വേണ്ട? റോയാണോ? ഇതോ? ഇത് വലിപ്പ വണ്ണം, നല്ല വണ്ണം. അത് നമുക്ക് പറ്റിക്കണേ, അതുകൊണ്ട് വണ്ണം കൂടും. ശരി, നമുക്ക് വേണമെങ്കിൽ എടുത്തോ.
റയോൺ എടുത്തോ, റയോൺ ഉണ്ടോ നോക്ക്. അതൊന്നും നിർത്തി വെറുതെ നൂർത്തിയ രസമുണ്ട്. അത് ഇത്താമക്ക് പറ്റും. ഇങ്ങനെ വീഡിയോയില് കാണുമ്പോ തിളങ്ങുന്നുണ്ട്. രണ്ടും ഒരേ കളർ എടുത്തു. രണ്ടും മെറൂൺ വെച്ചിട്ടുണ്ട്. മെറൂൺ പ്രേതം പൊടിക്കണം അങ്ങനെ. ആ പച്ച രസമുണ്ടമ്മ. അല്ലെങ്കിൽ അതേമാതിരത്തെ ആ പ്രിന്റ് എടുത്ത് കൊടുക്കില്ല. ആ സാധനം രസമുണ്ടല്ലോ. ഏത് മെറൂൺ വേണ്ട. ആ നീലൊക്കെ രസമുണ്ടല്ലോ. പച്ച പച്ചോ മുഞ്ഞ് കാണാത്ത കൊടുക്ക്. ആ പച്ച മതിയോ? ഒരു പച്ചയും ഒരു മെറൂണും. ചക്കര എടുത്തില്ലേ? ഇന്നലത്തെ കമന്റ്സ് ഉണ്ടായിരുന്നു ചക്കരക്ക് ആ ഒരു ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. ചക്കര കുളിക്കലില്ല നനക്കലില്ല എന്നൊക്കെ ചോദിച്ചായിരുന്നു. അതായത് അത് ചക്കര പുറത്തേക്ക് പോകുമ്പോൾ അതാ ചക്കരക്ക് ഡ്രസ്സുകളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും അതിൻ്റെ പിറ്റത്തെയും വീഡിയോ ഒറ്റ ദിവസം നമ്മൾ പോയ വീഡിയോസാണ്. നിങ്ങൾ മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയത് വളാഞ്ചേരി പോയപ്പോൾ വളാഞ്ചേരിയിൽ നിന്ന് ടൈൽസ് കടയിൽ നിന്ന് നമ്മൾ ഭക്ഷണത്തിൻ്റെ അവിടെ നിന്ന് ഡ്രസ്സ് ഒക്കെ ഒരു സർക്കിളിൽ കടന്ന് ചുറ്റുകൊണ്ട് ഓരോ കണ്ടന്റ് ഓരോ ടൈപ്പിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞങ്ങൾക്കത് അങ്ങനെ തോന്നിയിട്ടുണ്ടാവുക. ഓക്കെ, അപ്പം എന്തായാലും അമ്മോനാണ് ഡ്രസ്സിൻ്റെ പരിപാടികളൊക്കെ. അമ്മ ഡ്രസ്സ് കൊടുന്നു. കല്യാണത്തിൻ്റെ സംസാരങ്ങളാണ് അല്ലേ? എന്ത് 5 മാക്സി ആർക്കാന്ന് ചോദിക്കുന്നത്? 2 സൗസിക്കും പിന്നെ 2 ഉമ്മാക്ക് അല്ലേ? ഉമ്മാക്ക് ഇപ്രാവശ്യം മാക്സി വന്നു. പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്ത് കിട്ടിയില്ലേ? ഉമ്മാക്ക് ഇപ്രാവശ്യം പെരുന്നാൾക്ക് ഡ്രസ്സ് ഇല്ലാത്തതുകൊണ്ട് ഉമ്മാക്ക് 2 എടുത്ത് കൊടുത്തു. ഗൈസ് പെരുന്നാളിൻ്റെ ക്ഷീണം മാറ്റി കൊടുത്തു അല്ലേ? ചക്കരെ പഴയത് ഇടണ്ട, ഇനി പുതിയത് ഇട്ടോ. പെരുന്നാൾ തന്നെ ഡ്രസ്സ് ഇടണമെന്നൊന്നും ആരും പറ്റുന്നില്ല. അത് കുഴപ്പമില്ല. നമുക്ക് അങ്ങനെ ഡ്രസ്സൊക്കെ എടുക്കൽ കഴിഞ്ഞ് ഉമ്മതാ പോകുന്നു അല്ലേ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇൻഷാ അള്ളാ ചെയ്യാൻ വേണ്ടി പോവാണ്. എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് മണിയറ സെറ്റിംഗ് ആണ് ഗൈസ്. അതിൽക്കൊരു ബെഡും ഒരു പുതപ്പും 2 തലയാണ്. പിന്നെ കുറെ ആൾക്കാർ ചോദിച്ചു എൻ്റെ ബെഡ്റൂം കൊടുത്തൂടെ? നിന്റെ ബെഡ്റൂം തരൂല. അങ്ങനെയല്ല കേട്ടോ. എന്റെ ബെഡ്റൂമിൽ ഉറങ്ങിയാണ് അതാണ് നമ്മള് വൃത്തിയാക്കി കൊടുക്കും. കഴിച്ചു കുറെ കമന്റ്സ് കണ്ടായിരുന്നു. അത് ഒഴിഞ്ഞു കൊടുക്ക്. ഞാൻ ആരെന്താ ഇന്റെ കാര്യം മനസ്സിലാക്കാത്ത? എല്ലാം ഒഴിഞ്ഞു കൊടുത്ത് എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കമന്റ്സ് എല്ലാവർക്കും എഴുതുക. അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതാണ്. പക്ഷെ അത് നിങ്ങളൊരു കമന്റ്സിൽ ബാക്കിയുള്ളവരെ തെറ്റിദ്ധരിക്കുന്ന കമന്റ്സ് ആക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കുറെ കമന്റ്സ് കണ്ടായിരുന്നു. പിന്നെ ടൈൽസ് എടുക്കാൻ പോയപ്പോ ഭർത്താവ് പേരെടുക്കുമ്പോ പിന്നെ മക്കൾക്കും ഭാര്യക്കും അതല്ല, ഈ ഡ്രസ് എടുക്കുമ്പോ ചെറിച്ചില്ലാന്ന് പറഞ്ഞു. ഇപ്പൊ ഉള്ള സിറ്റുവേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഗർഭിണിയാണ്. ഓരോ ദിവസവും ഓരോ മൈൻഡാണ് ഉണ്ടാവില്ല. ഇന്ന് ക്ഷീണാണ്, മാറ്റി പോകുമ്പോ അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഓരോ ദിവസവും ഓരോ മാതിരിയാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഫാമിലിക്ക് ഇല്ലാത്ത പ്രശ്നമാണ് ചില കമന്റ്സിന് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം എന്തായാലും കേസ് അങ്ങനെയൊക്കെയാണ്. ഇനി വേറെ ഒന്നും അധികം പറയാനില്ല. കുറച്ച് സാധനം കൂടി പർച്ചേസ് ചെയ്തു അല്ലേ? ഓക്കെ, അങ്ങനെ നമ്മുടെ കല്യാണ വിഷയം ഞാനിവിടെ വൈൻഡപ്പ് ആക്കി നല്ലൊരു വീട്ടിൽ കാണാം.